വരയ്ക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഈ ട്രിക്ക് ഉപയോഗിച്ച് നമുക്കും ചിത്രങ്ങൾ വരച്ചെടുക്കാം. അതിന് വർണ്ണങ്ങളും നൽകാം. നമ്മളിവിടെ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ ചെടിയുടെ ഇല, പിന്നെ ക്യാൻവാസ്, അത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡും, പിന്നെ പഴയ ബുക്കിൻ്റെ ചട്ട, അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അക്രിലിക് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ചിത്രം വരയ്ക്കാമെന്ന് നോക്കാം. യൂട്യൂബിലേക്ക് ഇന്ന് എന്ത് വീഡിയോ ഇടുമെന്ന ചിന്തയിലാണ് ഈ ഒരു ആശയം എനിക്ക് കിട്ടിയത്. എന്തുകൊണ്ട് നമുക്ക് ഇലകൾ ഉപയോഗിച്ച് ചിത്രം വരച്ചുകൂടാ? അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. ഓരോ കുട്ടിയും ഒരു കലാകാരനാണ്. നമ്മൾ വളർന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു കലാകാരനായി തുടരാം എന്നതാണ് പ്രശ്നം. എനിക്ക് ഈ ചിത്രം പൂർത്തിയാക്കാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. പക്ഷേ സ്വയം കണ്ടെത്താനും ഒരേ സമയം സ്വയം നഷ്ടപ്പെടാനും കല നമ്മെ പ്രാപ്തരാക്കുന്നു. പ്രശസ്ത ചിത്രകാരനായ ഹോറസ് പറഞ്ഞ പോലെ എ പിക്ചർ ഈസ് എ പോയം വിത്തൗട്ട് വേർഡ്സ്. വാക്കുകളില്ലാത്ത കവിതയാണ് ചിത്രം. പക്ഷേ എൻ്റെ ചിത്രത്തിന് പോരായ്മകളുണ്ടെന്ന് നല്ല ബോധത്തോടെ തന്നെ നമുക്കൊന്ന് വരച്ചു നോക്കാം.
ഓരോ ക്യാൻവാസും അതിൻ്റേതായ ഒരു യാത്രയാണ്. എനിക്ക് ഈ ചിത്രം ഒരു ലോക്ക്ഡൗൺ കാല വര മാത്രമാണ്. കാരണം വരയ്ക്കാനോ അതിന് വർണ്ണങ്ങൾ നൽകാനോ എനിക്കത്രയ്ക്ക് വശമില്ല എന്നതാണ് സത്യം. സ്പാനിഷ് ചിത്രകാരനായ പാബ്ലോ പിക്കാസോ പറഞ്ഞ പോലെ ഡയറി സൂക്ഷിക്കുന്നതിനുള്ള മറ്റൊരു മാർഗമാണ് പെയിൻറ്റിങ്. മുമ്പെങ്ങോ മനസ്സിൻ്റെ താളിൽ എവിടെയോ കണ്ട ഒരു ചുമർ ചിത്രം, അതാണ് എൻ്റെ മനസ്സിൽ ഈ ബ്രഷ് എടുത്ത് വരയ്ക്കാൻ നോക്കിയപ്പോൾ ആദ്യം വന്നത്. നമുക്ക് എങ്ങനെയെന്നറിയാത്തപ്പോൾ പെയിൻറ്റിങ് എളുപ്പമാണ്, പക്ഷേ നിങ്ങളത് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഈ ചിത്രം പൂർത്തിയാക്കാം. ഇങ്ങനെ ഇലകൾ ഉപയോഗിച്ച് നമുക്ക് ഓരോരുത്തർക്കും ചിത്രം വരക്കാം. ആ വരച്ച ചിത്രം നമ്മുടെ ചുമരിൽ ഒരു ഫ്രെയിമാക്കിയിട്ട് അലങ്കരിക്കാം. ഇനിയും ഇതുപോലത്തെ കൗതുകമുള്ള വീഡിയോസിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. തൽക്കാലത്തേക്ക് വിടാം. താങ്ക് യു സോ മച്ച്. ബൈ. ടേക്ക് കെയർ.